സിരിജി, പാലക്കാട് എല്ലാവരും വിചാരിച്ചു BJP തകർന്ന് തരിപ്പണമായി എന്നുള്ളത്. പക്ഷേ ഈ സമയത്ത് നമുക്ക് പറയാൻ കഴിയുന്നത് RSS നേതൃത്വം ഇടപെട്ടു. പാലക്കാട് സമവായത്തിലേക്ക് പോകുന്നു. അതായത് പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന 35 വയസ്സുള്ള BJPയുടെ യുവത്വം, അദ്ദേഹം തന്നെ അവിടെ പാലക്കാട് ജില്ലാ പ്രസിഡൻ്റായി വരും. കൗൺസിലർമാരും നിലവിലെ മണ്ഡലം പ്രസിഡന്റുമാരാരും രാജിവെച്ച് പോകുന്നില്ല. ഈ തിരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഇന്നലെ തന്നെ RSS ഇതിലെന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്നുള്ളൊരു ചോദ്യം വന്നു. ഇപ്പോൾ കൃത്യമായി RSS ഇടപെട്ടിരിക്കുന്നു. അതായത് ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചിരുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർക്ക് വലിയ തിരിച്ചടിയാണ് RSS നൽകിയിരിക്കുന്നത്, അല്ലേ? ശരിക്കും ഈ പാലക്കാട് ജില്ലാ പ്രസിഡന്റ്, പാലക്കാട് ഈസ്റ്റ് മണ്ഡലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു മേഖലയുടെ പ്രസിഡന്റായിട്ടാണ്. 35 വയസ്സുകാരനാണ്. 35 മുതൽ 60 വയസ്സ് വരെയുള്ള ആർക്കും ഭാരവാഹിയാകാം. പക്ഷേ ഇയാളല്ല, ഇയാളെക്കാൾ പ്രവർത്തന പരിചയമുള്ള ഒരുപാട് പേരുണ്ട്, മുതിർന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ പദവി കൊടുക്കണം. സ്വാഭാവികമല്ലേ, ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാവർക്കും പദവികൾ കിട്ടാൻ മോഹമുണ്ടാവും. 10ഉം 20ഉം വർഷമൊക്കെ തുടർച്ചയായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. പക്ഷേ BJP എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനം, ആ സംവിധാനം പറയണം യുവത്വം വരട്ടെ എന്ന് തീരുമാനിച്ചാൽ അതാണ് വരുന്നത്. അതിനപ്പുറത്തേക്ക് മാറ്റമൊന്നുമില്ല. അപ്പോഴേക്കും കുറേ ആളുകൾ ചേർന്ന് സ്വാഭാവികമായിട്ടും ഒന്നിച്ചിരുന്ന് ആലോചിക്കും, നമ്മളല്ലേ സീനിയേഴ്സ്, നമ്മൾ എത്രയോ നാളായി പാർട്ടിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, ഇപ്പോൾ പുതുതായി യുവമോർച്ചയിലൂടെയൊക്കെ വരുന്നവർക്കാണോ പദവി കൊടുക്കുന്നത്? അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഉടനെ അവിടെ വിമത യോഗം കൂടി. അപ്പോൾ BJP തകർന്നു. അപ്പോൾ കേരളത്തിൽ പാലക്കാട്ടാണ് BJPക്ക് പണ്ട് മുതലേ വളരെയധികം ശക്തിയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ആദ്യമായി ഒരു നഗരസഭയുടെ ഭരണം BJP പിടിക്കുന്നത് പാലക്കാടാണ്. അതിനുശേഷമാണ് പിന്നീട് പന്തളത്തൊക്കെ പിടിച്ചത്. അപ്പോൾ പാലക്കാട് എന്ന് പറയുന്നത് BJPയുടെ ഒരു കോട്ടയാണെന്ന് തന്നെ പറയാം, നഗരപരിധിക്കുള്ളിൽ. അപ്പോൾ ഈ പറയുന്ന പാലക്കാട് നഗരപരിധി ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ ഈസ്റ്റ് മണ്ഡലം എന്ന് പറയുന്നത്. ഇവിടേക്കാണ് യുവമോർച്ചയിലൂടെ കടന്നു വരുന്ന പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന ആളെ കൊണ്ടുവരുന്നത്. അപ്പോൾ പ്രശാന്ത് ശിവൻ യോഗ്യനല്ലെന്നും അതിനേക്കാൾ യോഗ്യതയുള്ള നിരവധി പേരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിഭാഗ രംഗത്ത് വരുന്നു. സ്വാഭാവികമാണ്, ഒരു യുവാവായ ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് മുകളിലുള്ള പ്രായമുള്ള ആളുകളൊക്കെ അതിന് എതിർപ്പ് പ്രകടിപ്പിക്കും. പക്ഷേ ഈ എതിർപ്പ് പാർട്ടിക്ക് പുറത്തേക്ക് പോകില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങളുടെ ഒരു തള്ളിക്കയറ്റം ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയയുടെയും ഓൺലൈൻ മീഡിയയുടെയും ഒക്കെ ഒരു സ്വാധീനം വളരെയധികം ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് വാർത്തകളെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയും. നമുക്കൊരു അസംതൃപ്തി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ്റെ അടുത്ത് ഒരു രഹസ്യ വിവരം കൊടുത്താൽ മതി, അദ്ദേഹം അതിനനുസരിച്ച് ഒരു കഥ ക്രിയേറ്റ് ചെയ്യും, അല്ലേ? എന്നിട്ട് അതിനനുസരിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഇപ്പോൾ ഉണ്ടായ പ്രശ്നം എന്താ? പാലക്കാട് നഗരസഭയുടെ ചെയർപേഴ്സൺ അടക്കം 9 കൗൺസിലർമാർ രാജിവെക്കും. അതോടുകൂടി BJP പാലക്കാട്ട് തകരും. നഗരസഭാ ഭരണം നഷ്ടമാകും. പിന്നീട് BJPക്ക് ഒരു വളർച്ച ഉണ്ടാവുകയില്ല. മാത്രമല്ല, ഇതിനകത്ത് BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം പോലും ഉൾപ്പെട്ടു. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിനുശേഷം ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പലവിധ പൊട്ടിത്തെറികൾ പാർട്ടിക്കുള്ളുണ്ട്. പക്ഷേ ഈ BJP എന്ന് പറയുന്ന ഒരു പാർട്ടി ഒരു കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുക. നമ്മൾ CPM-നെയാണ് കേഡർ സംവിധാനം എന്ന് എപ്പോഴും പറയുന്നത്. BJPക്കും അതേ കേഡർ സംവിധാനം. പക്ഷേ ഈ കൃത്യമായ നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടൽ ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും ഇതിനകത്ത് വിള്ളലുകളുണ്ടാവും. ഇങ്ങനെ സംഭവിക്കുമ്പോഴൊക്കെ രാജ്യത്താകമാനം BJPയെ കൃത്യമായ ദിശയിലേക്ക് നയിക്കുന്ന RSS എന്ന് പറയുന്ന സംഘടനയാണ്. അവർക്ക് പ്രത്യേക രാഷ്ട്രീയ താല്പര്യമില്ല. പക്ഷേ അവരുടെ ഒരു വിഭാഗം എന്നറിയപ്പെടുന്ന BJP എന്തെങ്കിലും രാഷ്ട്രീയ ആശയത്തിൽ നിന്ന് വിഭിന്നമായി പോവുകയോ തർക്കങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ ആത്യന്തികമായി പരിഹരിക്കാൻ RSS രംഗത്തെത്തും. പക്ഷേ RSSനെ ആര് പരിഹരിച്ചു എന്ന് നമ്മളിതുവരെ കേട്ടിട്ടില്ല. ഇപ്പം നമുക്കറിയില്ല, LK അദ്വാനി ഒരു കാലത്ത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതിയ സമയത്താണ് ഇവിടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ കൊണ്ടുവരുന്നത്. അത് RSSന്റെ ഒരു എന്താ പറയുന്നത് തന്ത്രം തന്നെയായിരുന്നു. മാത്രമല്ല അവരുടെ ലക്ഷ്യം, അവരുടെ ഒരു ഭാവിയെ മുൻനിർത്തിയുള്ള പ്രചരണം ഇതെല്ലാം തന്നെ ഏറ്റു. അതിനുശേഷം 3 തവണയാണ് തുടർച്ചയായി അദ്ദേഹം പ്രധാനമന്ത്രിയായി. എന്ന് പറയുന്ന പോലെ കേരളത്തിലും BJPയെ അല്ലെങ്കിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കാനായിട്ട് ചില ശ്രമങ്ങൾ നടക്കുന്നു. അതിനിടയിൽ ചില ആളുകൾ പാർട്ടിയിലെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്ഥാനമോഹത്തിന് വേണ്ടിയിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ RSS ഇടപെടുന്നു. ഇവിടെയും അങ്ങനെ തന്നെ കരുതണം. അപ്പോൾ പാലക്കാട്ട് പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന ആൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് വരട്ടെ. നേതൃത്വത്തിൻ്റെ ചുമതല വഹിക്കാൻ അല്ലെങ്കിൽ ആ പാർട്ടിയിലെ അണികളെ കൃത്യമായി നയിക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അദ്ദേഹം വരട്ടെ എന്നല്ലേ നമ്മൾ പറയുക. തീർച്ചയായിട്ടും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ യുവതലമുറയ്ക്ക് നമ്മൾ പ്രാധാന്യം നൽകണേ. കാരണം ഇവരൊക്കെ സോഷ്യൽ മീഡിയ ഇപ്പോൾ വലിയ തരത്തിൽ പ്രചാരണം ഉള്ളതുകൊണ്ട്, ഈ സോഷ്യൽ മീഡിയയെ യുവതലമുറ ആശ്രയിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയാണ് യുവതലമുറ ഇപ്പോൾ കൂടുതൽ കാണുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രസംഗങ്ങൾ, ഇവരുടെയൊക്കെ വാക്കുകൾ പലപ്പോഴും പലരെയും വലിയ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പ്രശാന്ത് ശിവൻ്റെ ഒക്കെ പലതരത്തിലുള്ള ഡിബേറ്റുകളിലെ, ചർച്ചകളിലെ ഒക്കെ ഈ പല വാക്കുകളും അദ്ദേഹത്തിൻ്റെ സംസാര രീതികളും ഒക്കെ പലരെയും എന്താ പറയുക സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ അടിപിടി നടത്താനും കൊടികെട്ടാനും മാത്രമല്ല യുവത്വം, ഇത്തരം സ്ഥാനങ്ങളിലേക്ക് കൂടി ഇരിക്കാൻ യുവതലമുറ യോഗ്യനാണ് അല്ലെങ്കിൽ യുവതലമുറയ്ക്ക് യോഗ്യതയുണ്ട് എന്ന്
പാലക്കാടിലൂടെ BJP അല്ലെങ്കിൽ പ്രശാന്ത് ശിവനിലൂടെ BJP കാണിച്ചു കൊടുക്കുകയല്ലേ? തീർച്ചയായിട്ടും തലമുറ മാറ്റം എന്ന് പറയുന്നത് ഏത് പാർട്ടിയിലും ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ധന്യ പറഞ്ഞതുപോലെ പ്രശാന്ത് ശിവൻ കുറച്ചുകൂടി യങ്സ്റ്റേഴ്സിനെ ആകർഷിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ആശയങ്ങൾ എത്തിക്കാൻ കഴിയുന്ന ഒരു നേതാവായിരിക്കാം. പഴയ നേതാക്കളുണ്ട് BJP ആ നഗരത്തിൽ അല്ലെങ്കിൽ ആ ജില്ലയിൽ ഒന്നുമല്ലാതിരുന്ന കാലത്ത് ഉള്ള പാർട്ടി പ്രവർത്തകരെ നയിച്ചുകൊണ്ട് വന്ന പഴയകാല പ്രവർത്തകരുണ്ട്. അവരെ ഒന്നും തള്ളിക്കളയുകയല്ല. പക്ഷേ ഈ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പാർട്ടിയെ കെട്ടിക്കെടുക്കുകയും കേരള സംസ്ഥാനത്ത് BJP എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് വലിയ സ്വാധീനമുണ്ടെന്ന് വരുത്തി തീർക്കുകയും ചെയ്യേണ്ടത് ദേശീയ തലത്തിൽ തന്നെ ഈ പാർട്ടിക്ക് ആവശ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ പുതിയ ആളുകളെ കൊണ്ടുവരുന്നു. ചിലയിടത്ത് സ്ത്രീകളെ ആയിരിക്കും കൊണ്ടുവരുന്നത്, അപ്പോൾ വനിതാ പ്രാമുഖ്യം നൽകുന്നു. ചിലയിടത്ത് യുവാക്കളെ കൊണ്ടുവരുന്നു, ചിലയിടത്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ തന്നെ കൊണ്ടുവരുന്നു. നമുക്കറിയില്ല കുമ്മൻ രാജശേഖരനും അതുപോലെ തന്നെ ശ്രീധരൻ പിള്ളയും ഈ അവരൊക്കെ നയിച്ചതിന് ശേഷമാണ് അല്ലേ ഈ പറയുന്ന കെ സുരേന്ദ്രൻ. അപ്പോൾ കെ സുരേന്ദ്രൻ്റെ കാലത്താണ് ആദ്യമായിട്ട് ഒരു MP നമുക്കുണ്ടാകുന്നത് അല്ലേ, ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അങ്ങനെ ഒരു MP BJPക്ക് കിട്ടി എന്നുള്ള അഭിമാനം ആ പാർട്ടി പ്രവർത്തകർക്കെല്ലാം ഉണ്ട്. ആ രീതിയിൽ ആ പാർട്ടി മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ ചില ഇടങ്കോലിടുന്നത്. അപ്പം BJPയിലെ കെ സുരേന്ദ്രൻ വന്നപ്പോൾ വലിയ എതിർപ്പായിരുന്നു. കാരണം താരതമ്യേന ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് എന്നാണ് സുരേന്ദ്രൻ അറിയപ്പെടുന്നത്. സുരേന്ദ്രൻ്റെ പക്വതയില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം പക്വമതിയായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചതെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെയും പ്രശാന്ത് ശിവനെ സ്ഥാനാർത്ഥിയാക്കിയും വിമത വിഭാഗം യോഗം ചേർന്ന് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ചർച്ച നടത്തുകയും ചെയ്തു. അപ്പോഴും പ്രസിഡന്റായ കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇത് ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്. BJPയുടെ ദേശീയ നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളത് നടപ്പാക്കും. കെ സുരേന്ദ്രൻ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ കെ സുരേന്ദ്രനെ തള്ളിക്കളയും. ഇപ്പോൾ സുരേന്ദ്രനോട് അഭിപ്രായ യോജിപ്പില്ലാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ ഒരു പാർട്ടിയുടെ സംഘടനാ സംവിധാനം വെച്ച് പ്രസിഡന്റ് പറഞ്ഞാൽ അത് കേൾക്കുകയെ മറ്റുള്ളവർക്ക് നിവൃത്തിയുള്ളൂ അല്ലേ. അപ്പോൾ CPMനുള്ളിൽ ചെന്നിട്ട് MV ഗോവിന്ദൻ ഒരു കാര്യം പറഞ്ഞു, MV ഗോവിന്ദനെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി ആരെങ്കിലും ചെന്ന് ചീത്ത പറയുമോ? ഇല്ല. കാരണം അവരുടെ അച്ചടക്കം അങ്ങനെയാണ്, അല്ലെങ്കിൽ ആ കേഡർ സംവിധാനം അങ്ങനെയാണ്. ഇവിടെ BJPക്ക് അതിന് സമാനമായ ഒരു കേഡർ സംവിധാനത്തിലേക്ക് വന്നില്ല. പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളിലും അതുകൊണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശിലെ കാര്യം എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ബീഹാറിലെ കാര്യം എടുത്ത് നോക്ക്, ഉത്തരാഖണ്ഡിലെ കാര്യം, എല്ലായിടത്തും ഇങ്ങനെയാണ് അവർ ആ സംവിധാനം കൊണ്ടുവരിക. അപ്പോൾ ദേശീയ തലത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ഓരോ സംസ്ഥാനത്തും പതിയെ പതിയെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് വരും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ദേശീയ നേതൃത്വത്തിൻ്റെ താല്പര്യം കൊണ്ടാണ് ഒരാളെ കൊണ്ടുവരുന്നത്. ഇപ്പം പറയുന്നത് എന്താണെന്ന് C കൃഷ്ണകുമാർ എന്ന് പറയുന്ന അവിടെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. നേരത്തെ അദ്ദേഹം അവിടുത്തെ കൗൺസിലറായിരുന്നു, വലിയ ജനകീയനായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി പെട്ടിപിടിച്ചുകൊണ്ട് നടന്ന, അല്ലെ അദ്ദേഹത്തിൻ്റെ ഒരു പിൻഗാമി എന്ന നിലയിലാണ് പ്രശാന്ത് ശിവനെ കൊണ്ടുവരുന്നത്. ഒരു പക്ഷേ C കൃഷ്ണകുമാറുമായി അടുപ്പമുണ്ട് എന്നുള്ള ഒറ്റ കാരണം പറഞ്ഞ് കഴിവുണ്ടെങ്കിൽ പ്രശാന്ത് ശിവനെ എന്തിനാണ് ഒഴിവാക്കുന്നത്? അതും പാടില്ലല്ലോ. അത് പാടില്ല. പ്രശാന്ത് ശിവനെ പോലെ അല്ലെങ്കിൽ അത്തരത്തിൽ യുവത്വം കൈകാര്യം ചെയ്യുന്നവർ പാർട്ടിയിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ പ്രവർത്തകരെ ഊർജിതമാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ചുകൂടി നമുക്ക് മിങ്കിൾ ചെയ്യാൻ ഈ യുവതലമുറയുമായി, ഇപ്പോൾ പ്രശാന്ത് ശിവനും വലിയ വയസ്സൊന്നുമില്ല, 35 വയസ്സേ ഉള്ളൂ. അദ്ദേഹം മൂത്താൻ തറ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. RSSന്റെ വിദ്യാർത്ഥി പ്രമുഖായിരുന്നു. 2015 തെരഞ്ഞെടുപ്പിൽ RSSന്റെ ഏകോപന സമിതിയുടെ ചുമതലകൾ വഹിച്ച 2 പേരിൽ ഒരാളായിരുന്നു പ്രശാന്ത് ശിവൻ. 2020 യുവമോർച്ചയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റായി. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ പിന്നെ BJP സ്ഥാനാർത്ഥിയായ അദ്ദേഹം. എന്തായാലും ഇത്രയും ക്വാളിറ്റികളൊക്കെ ഉള്ള ഒരാളാണ്. മാത്രമല്ല ഈ പറയുന്നത് പോലെ യങ്സ്റ്റേഴ്സിന് കുറച്ചുകൂടി പ്രായമായവർ പറയുന്നതിനേക്കാൾ ഇപ്പോൾ പാർട്ടിയെ കെട്ടിപ്പൊക്കാൻ ഒരുപാട് നേതാക്കൾ പരിശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു LK അദ്വാനിയേക്കാൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് വന്നതുകൊണ്ടാണ് 3 തവണ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞത്. കുറച്ചുകൂടി ആളുകളെ കൺവിൻസ് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തി ആളുകളെ കയ്യിലെടുക്കാൻ ഒരു പക്ഷെ അദ്വാനിയെക്കാളിലും കുറച്ചുകൂടി കഴിവ് നരേന്ദ്രമോദിക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഒരു കാര്യം തന്നെ സോഷ്യൽ മീഡിയ കൃത്യമായി ക്യാമ്പയിൻ ചെയ്തു നരേന്ദ്രമോദിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് RSS അത് കൃത്യമായി അവിടെ മോണിറ്റർ ചെയ്ത് പ്രധാനമന്ത്രിയാക്കാൻ യോഗ്യൻ ഇദ്ദേഹം തന്നെ. ഇപ്പോൾ ഉത്തർപ്രദേശിന്റെ കാര്യത്തിൽ യോഗി ആദിത്യനാഥ് 2ാം തവണയും മുഖ്യമന്ത്രിയായി എന്നുള്ളതാണ്. അപ്പോൾ RSSന് അറിയാം ഇന്നയാൾ വന്നാൽ ബാക്കി പ്രചരണങ്ങളും വിവാദങ്ങളും ആരോപണങ്ങളും അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നും ഞങ്ങൾ കേൾക്കേണ്ടേ കാണേണ്ട വിഷയങ്ങളല്ല. നമുക്കെന്ത് തോന്നുന്നു അത് കൃത്യമായി അന്വേഷിച്ച് ഇപ്പോൾ പ്രശാന്ത് ശിവനെ പോലെ ഒരാൾ കൃഷ്ണകുമാറിൻ്റെ പെട്ടി തൂക്കി അല്ലെങ്കിൽ സുരേന്ദ്രൻ്റെ പെട്ടി തൂക്കി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കില്ല RSS പ്രശാന്ത് ശിവനെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം നൽകിയത്. കൃത്യമായി പ്രശാന്ത് ശിവനെക്കുറിച്ച് നിരീക്ഷിച്ച് അന്വേഷിച്ച് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ചുമതലയും നേതൃപാഠവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കണം RSS ഇതിൽ കൃത്യമായി ഇടപെടൽ നടത്തിയതെന്നുള്ളതാണ്. പക്ഷേ
ശിവരാജൻ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഞങ്ങൾ രാജിവെച്ച് പുറത്തു പോകുന്നു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ RSSന്റെ ഇടപെടൽ എല്ലാം സമവായത്തിലെത്തി. ഇങ്ങോട്ട് വരാൻ വേണ്ടി ക്ഷണിച്ച് ഷാളുമൊക്കെ വാങ്ങി വെച്ചിരുന്നവർ ഇപ്പോൾ തലയിൽ കൈവച്ച് ഇരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. പിന്നെ എന്താ വാർത്താ സമ്മേളനം നടത്തി കോൺഗ്രസിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പാർട്ടി മെമ്പർഷിപ്പൊക്കെ കൊടുക്കാൻ തയ്യാറാക്കി വെച്ചിരുന്നവരൊക്കെ ഇപ്പോൾ എന്താ പറയുക, എന്താ അതിനൊരു വാക്ക് പറയുക, സന്ദീപ് വാര്യർ അടക്കമുള്ളവരല്ലേ ദിവാസ്വപ്നം കണ്ടതൊക്കെ ആയി പോയി. ഇന്നലെ രാത്രിയുള്ള ദിവാസ്വപ്നമൊക്കെ ഇന്ന് RSS പൊളിച്ച് കൈ കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്തായാലും സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിൽ ഒരു വലിയ പൊട്ടിത്തെറി അവിടെ ഉണ്ടാക്കാൻ കഴിയുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. അപ്പോൾ BJPയിൽ നിലവിൽ അങ്ങനെ ഒരു പൊട്ടിത്തെറിയൊന്നും ഉണ്ടാവില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകുമായിരിക്കും. മാത്രമല്ല, അസംതൃപ്തരായ നേതാക്കളുണ്ടെങ്കിൽ അവരെ കൃത്യമായ മേഖലകളിലേക്ക് പോസ്റ്റ് ചെയ്യാനോ അല്ലെ അവർക്ക് പദവി കൊടുക്കാനോ ഒക്കെ പാർട്ടി തീരുമാനിച്ചേക്കാം. എന്തായാലും BJPക്കുള്ളിൽ പൊട്ടിത്തെറി എന്ന നിലയിൽ രാത്രിയിൽ മുഴുവൻ വാർത്തകൾ ഉണ്ടാക്കിയ മാധ്യമങ്ങൾക്ക് ഇന്ന് എന്ത് വാർത്തയായിരിക്കും പുതുതായിട്ട് സൃഷ്ടിക്കാൻ കഴിയുക? അവരാണ് പിന്നെ ചമ്മി നാറിയത് എന്ന് പറയേണ്ടി വരും. കാരണം പൊട്ടിത്തെറി എന്ന് പറഞ്ഞവരെല്ലാം ഒന്നിച്ചു, പൊട്ടിത്തെറി എന്ന് എന്താ പറയുക, സ്ക്രോളിങ്ങും റേറ്റിങ്ങും കൊടുത്തവരെല്ലാം ചമ്മി നാറുകയും ചെയ്തു.